ഇതാണ് നമ്മുടെ ലേയിലുള്ള എൻട്രൻസ്. ബസ് നേരെ വരുന്നത്, വണ്ടി വരുന്നത് ഈ വഴിയാണ് വരുന്നത്. ഒന്ന് നേരെ ആണ് ഇന്ത്യ ഗേറ്റ് എന്നൊക്കെ ഇവർ പറയും പോലെ ലേ ഗേറ്റ് ഉണ്ടോ. ഇതാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം. 4 ചുറ്റും മൗണ്ടനാണ്. 4 ചുറ്റും മൗണ്ടനാണ്. ഇതാണ് നമ്മുടെ ലേ ഗേറ്റ്, ലേ എൻട്രൻസ്. ഇവിടെ വന്നിട്ട് നമുക്ക് നേരെ വലത്തോട്ടാണ് ലഡാക്കിൽ പോകാനുള്ളത് കേട്ടോ. എൻട്രൻസ് കയറി ഈ ഭാഗത്തൂടെ പോയി നേരെ വലത്തോട്ട് കേട്ടോ. മറ്റിടത്ത് സ്ഥലത്ത് ചെയ്യാം, മറ്റുള്ള സ്ഥലങ്ങളിൽ പോവാം. ലഡാക്കിൽ പോകണം നേരെയാണ്. ഉണ്ടല്ലോ ആ കാറ് പോകുന്നുണ്ട്. അവിടുന്ന് നേരെ വലത്തോട്ട്. ഇതാണ് ആ ബസ് പോകുന്നില്ലേ, ബസ് ഇതാ പോകുന്നത്. അത് നേരെ അവിടെ നിന്നല്ല, നമുക്ക് സ്ട്രൈറ്റായിട്ട് പോകണം ആ ബസ് പോകുന്നിടത്ത്. നേരെ കാറ് പോകുന്നില്ലേ, ആ വഴിയാണ് നേരെ പോകേണ്ടത്. കർത്തുങ്കള, നുബ്രാവാലി, DC ഓഫീസെല്ലാം അങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഡിസ്ട്രിക്ട് കളക്ടർ ഓഫീസെല്ലാം അങ്ങോട്ടാണ്. നുബ്രാവാലി അങ്ങോട്ട്, കർത്തുങ്കള അങ്ങോട്ട്, എല്ലാം അങ്ങോട്ടാണ്. ഇവിടുന്ന് നേരെ വരുന്നതാണ് വഴി. ഉച്ചയ്ക്ക് ഏകദേശം 1 മണിവരെ ആവാറായി. നല്ല വിശപ്പുണ്ട്. ഇനി നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ കയറി വല്ലതും കഴിച്ചിട്ട് അങ്ങോട്ട് പോകാം. നമ്മൾ ഓർഡർ ചെയ്തത് ചപ്പാത്തി ചിക്കൻ കറിയുമാണ് കേട്ടോ. ചപ്പാത്തി ചിക്കൻ കറിയാണ്. അവിടെ ഇരിപ്പുണ്ട് ചിക്കൻ കറി. കുഴപ്പമില്ല, കുറച്ച് ദിവസമായി ചിക്കൻ കറി കഴിച്ചിട്ട്. അപ്പം ചിക്കൻ കറി കഴിക്കാം. ഈ നാളെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നാളെ അല്ലേ പോകുന്നത് കേട്ടോ. കുഴപ്പമില്ല കേട്ടോ, നല്ല മണമുണ്ട്. ഓക്കെ, എൻ്റെ പ്രൈസ് വന്നിട്ട് ഇതിൽ കാണിച്ചിരിക്കുന്ന 380 കേട്ടോ. ചപ്പാത്തിക്ക് എങ്ങനെയെന്നറിയില്ല, അത് നോക്കിയില്ല. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇത് ലേ ആണ്. ലേ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലാണ് കേട്ടോ. അവിടെ നേരെ വരുമ്പോഴത്തേക്ക് നേരെ മാർക്കറ്റിലുണ്ട്. മാർക്കറ്റ് ഇവിടെ ഉണ്ട്. അതിനകത്ത് ഓപ്പൺ ആണെന്നറിയില്ല. സൊസൈറ്റിയിലെന്നൊക്കെ എഴുതിയിരിക്കുന്നു. കയറി നോക്കാം. ഇവിടെ ഇങ്ങനെ കറക്കി പോകണമെന്നാണ് പറയണത്. ഇവരെ വിശ്വാസമാണ്. ഓ മാനേ കർണേക്കോ എന്നാണ് അവർ പറയുന്നത്. ഓ മാനേ കർണേക്കോ, ഓ മാനേ കർണേക്കോ കറക്കണമെന്നാണ് പറയുന്നത്. ഞാൻ കറിക്കത് എടുത്താ ഇത്
शरणं गच्छामि धम्मं संगं शरणं गच्छामि धम्मं शरणं धर्मं शरणं गच्छामि शरणं संगं शरणं गच्छामि. നമ്മളെ മാർക്കറ്റിൽ എല്ലാം നല്ല വിലയാണ് കേട്ടോ, ഭയങ്കര വിലയാണ് എല്ലാം കംപ്ലീറ്റും. നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ വേറെ ഒരു സാധനം വാങ്ങിച്ചിട്ട് നമുക്ക് ലഗേജും കൂടുതലായി. അതുകൊണ്ട് നമുക്കങ്ങനെ ഇവിടെ നിന്ന് ഇത്ര വില കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ ഒന്ന് രണ്ട് മറ്റേ ഫ്ലാഗ് ഉണ്ടല്ലോ വണ്ടിയിലിടുന്നവരെ, അത് ചെറുത് കാറിലിടാനും ബൈക്കിലിടാനും ഒക്കെ വാങ്ങിച്ച് അതിന് 30 രൂപയുള്ളൂ. ഇതാണ് ഇതിന് ഒന്നിന് 30 കേട്ടോ, ഓരോ പീസായിട്ട് 30. ഇതിന് 50 ഒന്നിന്. ഇത് വലുത്, ഇത് കാറിൽ ഇടാൻ പറ്റും. ഇത് അതിനേക്കാളും കുറച്ചും കൂടെ വലുതാണ്. ഇത് നമുക്ക് കാറിലിടാം. ഇതിന് 50 രൂപയാണ്. അല്ല വേറെ ഒന്നും വാങ്ങിക്കാനില്ല. കേട്ടോ, വേറെ ഞാനൊരു മാല വാങ്ങിച്ചു. ഇത് ചന്ദനത്തിൻ്റെയാണ്, രക്തചന്ദനത്തിൻ്റെയാണ് കേട്ടോ. കാണിച്ചു തരാം. ഇതാണ് രക്തചന്ദനത്തിൻ്റെയാണ്. ഇതിന് 200 രൂപ പറഞ്ഞ്, 300 രൂപ പറഞ്ഞ് 200 രൂപയ്ക്ക് തന്നു. ഒറിജിനലാണെന്നാണ് പറയുന്നത് കേട്ടോ. നേപ്പാളിൻ്റെയാണ്. ഈ ബുദ്ധൻ്റെയാണ് കേട്ടോ. ബുദ്ധൻ്റെയാണ് കംപ്ലീറ്റ് ഇവിടെ എല്ലാം. മൊണസ്ട്രി. നമ്മൾ ആദ്യം പോകുന്നത് ശാന്തി സ്തൂപ, അത് കഴിഞ്ഞിട്ട് ഗുരുദ്വാർ, പത്ര സാഹിബ്, അത് കഴിഞ്ഞ് മാഗ്നറ്റ് ഹിൽ ആണ് ശാന്തി സ്തൂപ. ലേയിലെ ശാന്തി സ്തൂപയാണ്. ഇവിടം വരെ വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. അത് കഴിഞ്ഞാൽ ഇവിടെ വാഹനം പാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഗേറ്റിൻ്റെ ഇടതുവശത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. 50 രൂപയാണ് ഒരാൾക്ക് ഫീസ്. भाई 2 टिकट देना सर. दो टिकट. അമ്പതിനാണ് ഒരാളുടെ ടിക്കറ്റ്. ഇതാണ് ശാന്തി സ്തൂപയുടെ വെളിയിൽ നിന്ന് ഉള്ള കാഴ്ച. നമ്മളവിടുന്ന് റെൻ്റ് ബൈക്കാണ് എടുത്തത്. അതുകൊണ്ട് ഇവിടുത്തെ വീസാണ്, ഇവിടുത്തെ വ്യൂ ആണ്. കംപ്ലീറ്റ് റൗണ്ട് ഇങ്ങനെ കറങ്ങി വരും. ഇതാണ് ശാന്തി സ്തൂപ. ലഡാക്കിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് കണ്ടിട്ട് പോവുക, ഒന്ന് വിസിറ്റ് ചെയ്യുക.
ഒരാൾക്ക് 50 രൂപയുടെ ഒരു ചാർജ്. താഴെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നടന്ന് ഇനി കയറി വരാമെന്നുള്ളതേ ഉള്ളൂ. മേളിൽ ഇവിടെ കയറാനുള്ളതുണ്ട്. മേളിൽ കയറി അതിനകത്ത് എൻട്രി ഇല്ല. ഇവിടെ വരെ നമുക്ക് വേണമെങ്കിൽ കയറി നിൽക്കാം. ഷൂ നമുക്ക് ഊരേണ്ടി വരും കേട്ടോ. ഇത്രയാണ് നമ്മുടെ അവിടെ നിന്ന് നമ്മുടെ ലേ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ വരും കേട്ടോ. അത്രയേ ഉള്ളൂ. ഇതാണ് ശ്രീ ഗുരുദ്വാര പത്തർ സാഹിബ്. മാഗ്നറ്റ് ഹിൽ നമ്മുടെ ലേ ടൗണിൽ നിന്നും ഒരു 30 കിലോമീറ്ററിൽ വരുമ്പോഴത്തേക്ക് മാഗ്നറ്റ് ഹിൽ ഹൈവേയിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് മാഗ്നറ്റ് ഹിൽ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറായിരുന്നാലും വലിയ വണ്ടികൾ ന്യൂട്രലാക്കിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തേരിയൊന്നുമില്ല എങ്കിലും ഒരു സൈഡിലോട്ട് ഒരു ഭാഗത്തോട്ട് ഇത് വലിച്ചുകൊണ്ട് പോകും. അതുകൊണ്ടാണ് ഇത് മാഗ്നറ്റ് ഹിൽ എന്ന് പറയുന്നത്. ഇതാണ് മാഗ്നറ്റ് ഹിൽ. ഇവിടെയാണ് മാഗ്നറ്റ് ഹിൽ എന്ന് പറയുന്നത്. നമ്മൾ റെൻറ്റിനെടുത്ത് മിക്കവാറും ഈ വണ്ടിയായിരിക്കും നമ്മൾ കറുതുങ്ങളെ പോകാനായിട്ട് എടുക്കുന്നത്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഓട്ടിച്ച് നോക്കിയപ്പോഴത്തേക്ക്. എന്നാലും നോക്കാം.
കേരളക്കാരന്മാരാണ് വരണത്, നട റോട്ടിൽ കയറി ഇരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയുമൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അടുത്ത വീഡിയോ വരുന്നത് കർദുങ്കള, പാങ്കോങ് മറ്റു സ്ഥലങ്ങളിൽ പോകുന്നതാണ്. അത് കുറച്ച് ഡേഞ്ചറസും കൂടാണ്. നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, സ്ഥലങ്ങളെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക.